ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി പോകുന്നത് തിന്നാനല്ല ഗൈസ്, ഞാൻ പണിക്ക് പോവേന്ന്. എപ്പം പോകുന്ന പണിയല്ല, ഞാൻ UAE ഉണ്ടാകുന്നതിന് മുന്നേ വേറെ സ്ഥലത്ത്, അതിന് മുന്നേ വർക്ക് ചെയ്ത ഒരു സ്ഥലമുണ്ട്. അപ്പം അവിടെ സ്ഥിരമായിട്ടല്ല, അവിടെ ഒരു സ്റ്റാഫ് ലീവാണ്. അപ്പം അതിന് പകരം ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് പോവേന്ന്. കുറേ നാൾ രാവിലെ എണീച്ചിട്ട് പണിക്ക് പോകാത്തതുകൊണ്ട് രാവിലെ എണീക്കാൻ ഭയങ്കര മടി. പക്ഷെ എണീച്ചു ഗൈസ്. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ഡ്യൂട്ടി ലൈഫായിരിക്കും. ഇപ്പം സമയം 9:30. ഞാൻ തിരിച്ചു വരുത്ത് രാത്രിയായിരിക്കും. ഇന്ന് ഫുൾ ഡേ ഡ്യൂട്ടിയാണ്. നമുക്ക് പോകാം ഗൈസ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിനെ കഴിച്ചിട്ട് പാളം പോലെയായി. സമയമില്ലാതെ 10 മണിക്കെത്തണം, 9:30 ബാഗൊന്നും എടുക്കുന്നില്ല. ഒരു ലിപ് ബാമും പിന്നെ എൻ്റെ ടിഫിനും. പോട്ടെ ടാറ്റക്ക്. ഓക്കെ, ബൈ പറഞ്ഞേ ഗൈസ്. ഒരുത്തിയുടെ ഞാൻ വാതിൽ തുറക്കാൻ കാത്തിക്കേ. ഉള്ളിപ്പോണേ, തല ഉള്ളിപ്പോ. റെയിൻകോട്ട് എടുക്കാം, കാരണം നല്ല മഴ പെയ്യും വരുമ്പോൾ. ഇപ്പം നല്ല വെയിലാണ്, പക്ഷെ രാത്രി എന്തായാലും മഴ പെയ്യും. ഞാൻ എത്തി ഗൈസ്. കുറച്ച് ലേറ്റായിപ്പോയി, 5 മിനിറ്റ് ലേറ്റായിപ്പോയി. വെയിലുണ്ട്. ഇനി ഇതെല്ലാം ഓണാക്കാനുണ്ട്. ഞാൻ എന്താ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റേഡിയോഗ്രാഫറാണ്. എക്സ്റേയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ എക്സ്റേൻ്റെ ഇതെല്ലാം കാണിച്ചു തരാം. പേഷ്യൻ്റ് ഉണ്ടാകുമ്പം എക്സ്റേ എടുക്കുന്നതൊന്നും എടുക്കാൻ കഴിയില്ല, കാരണം പേഷ്യൻ്റ് ഉണ്ടാകുമ്പം ഫോൺ യൂസ് ആക്കാൻ കഴിയില്ല. പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഇതെല്ലാം ഓണാക്കട്ടെ. ഓണായി ഗൈസ്. കുറേ നേരം പനിയായിരുന്നു. അപ്പം അന്നൊരു സൗണ്ടൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ പെരുന്നാളിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അത് ആദ്യം വന്നെന്ന് തോന്നുന്നു. സൗണ്ട് വരുന്നില്ല. ഇത് ഓണായി. ഇനി നമ്മൾ എക്സ്റേൻ്റെ ഉള്ളത്തതും കൂടി ഓണാക്കണം. ഇതാണ് പേഷ്യൻ്റ് ടേബിൾ, ഇതാണ് കാസറ്റ്. അപ്പോൾ എല്ലാം ഓണാക്കി. ഞാൻ നിൽക്കുന്നത് ഒരു ക്ലിനിക്കിലാണ്. ഡോക്ടർ വൈകുന്നേരമില്ല, ഇപ്പോൾ വൈകുന്നേരമായിരിക്കും തിരക്കുണ്ടാവുക. മുമ്പ് ഇവിടെ നിന്ന ടൈം ഡോക്ടർ ഇവിടെ അല്ലായിരുന്നു, വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പം അവിടെ നിന്നാണ് പേഷ്യൻസ് വരുത്ത്. ഇതിപ്പം ഇതിൻ്റെ തൊട്ടിപ്പറാണ്, അതുകൊണ്ട് പേഷ്യൻസിന് എളുപ്പമായി. ഭയങ്കര ചൂട്, കുറേ നാൾക്ക് ശേഷം വെയിൽ കൊണ്ടുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ചൂട്. അല്ലെങ്കിൽ രാവിലെ മഴ ഉണ്ടാക്കിയില്ലേ? ഇന്ന് രാവിലെ ഒന്നും മഴ ഉണ്ടായിട്ടുണ്ടാവും. 24 മതി, മെല്ലെ തണുപ്പ് മതി. ഇനി മെഷീനിൽ തണുപ്പ് വേണം ഗൈസ്, അതുകൊണ്ട് AC ഇട്ടേ പറ്റും. അപ്പോൾ ഞാൻ പേഷ്യൻ്റ് വന്നാൽ പറ്റുമെങ്കിൽ കാണിക്കാം. പറ്റുമെങ്കിൽ പേഷ്യൻറ്റിന് മുമ്പൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല. എത്ര വലിയ ബ്ലോഗറൊന്നും ആയിട്ടില്ല ഞാൻ എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്നത്. പേഷ്യൻ്റ് വന്നാൽ കാണിച്ചു തരാം. സജിത്ത് എന്ന പേര്. ഒരു എക്സ്റേ വന്നിട്ടുണ്ട് ഗൈസ്. നോക്കൂ, നല്ല വൃത്തി കിട്ടിയിരുന്നു. ദിസ് ഇസ് ജസ്റ്റ് എക്സ്റേ. നല്ല മഴ. നല്ല ക്ലൈമറ്റ്. ഈ ക്ലൈമറ്റിൽ പൊതിച്ചും കൂടി ഉറങ്ങാൻ വിചാരിക്കുന്നു. ഞാനും ഫുഡ് കഴിക്കുന്നു. ഇപ്പം 3 മണിയായി, പക്ഷെ നമുക്ക് വിശക്കുന്നുണ്ടായിട്ട് ഇത്രയും നേരം. അപ്പോൾ ഇപ്പം കഴിക്കാൻ വിചാരിച്ചു. ഇനിയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പേഷ്യൻസ് തിരക്കാം. ഓക്കെ, നെയ്ച്ചോറും പരിപ്പ് കറിയും ചിക്കൻ പൊരിച്ചതും. ഇതിൽ അച്ചാറാണ്, പക്ഷെ നമുക്ക് തുറക്കാൻ കഴിയില്ല. തുറന്ന് നമുക്ക് പൊതുവേ അച്ചാർ ഇഷ്ടമല്ല, പക്ഷെ ഇതെനിക്ക്
അച്ചാറ് ഭയങ്കര ടേസ്റ്റാണ്. ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യൻ്റ് വന്നു. ഫുഡ് പകുതിക്ക് നിർത്തി. ഇനി കഴിക്കേണ്ട മൂടും പോയി. എക്സ്റേ ഉണ്ടായിന്. ഗൈസ്, രാത്രിയായി. ഇപ്പം 7 മണിയായി. 8:30 ഞാൻ പോകും. 2 എക്സ്റേ കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ബാക്കിയൊന്നും എടുക്കാനുള്ള സമയം കിട്ടി. ഫോൺ എടുത്തിട്ട് വീഡിയോ അടക്കി എക്സ്റേ എടുക്കാനുള്ള സമയം. പിന്നെ ഇപ്പോഴത്തെ പേഷ്യൻ്റ് കാണുകയും ചെയ്യും. അപ്പോൾ പിന്നെ അവരെ മുന്നിൽ ഞാൻ അത്ര വലിയ ബ്ലോക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 8:30 പോകും. മഴ പെയ്യാണ്ടെന്ന് അറിയാം. നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറഞ്ഞു. നല്ല മഴയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാത്രി പോകുമ്പോൾ മഴയുണ്ടാവുമെന്ന് അറിയില്ല. ഇല്ലാണ്ട് മതിയായിരുന്നു. ഫ്ലാഷ് അടിയുന്നുണ്ട്. ഇവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് ആരും കേൾക്കുന്നില്ല. എന്നാലും പറയാനൊരു മടി, ഇങ്ങനെ വർത്താനം പറയാനൊരു മടി. അതിന് എൻ്റെ ഒച്ച പുറത്തേക്ക് വരുന്നില്ല. ഒച്ചത്തിലെങ്ങനെ സംസാരിക്കാൻ ഒരു മൈക്ക് വാങ്ങണം. വലിയ ഇൻഷാല്ലാ വലിയ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി എന്നൊക്കെ വേണം ബൈക്കൊക്കെ വാങ്ങാൻ. 8:30 ആവാനായി. എന്താ അറിയില്ല, രാവിലെ എണീച്ചുകൊണ്ടാകുന്നത് ശരിയാണ്. ബൈക്ക് വിളിച്ച് വേണം കിടന്നുറങ്ങാൻ. ഇതിൽ ഓഫാക്കിയിട്ട് ഐ എം ഗോയിങ്. ഇനി വരയ്ക്കുന്ന വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. ഒരാൾ കിടന്നുറങ്ങണം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തോളം ഇത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ യൂട്യൂബറായി ഇതൊക്കെ ചെയ്യുക. ഓക്കെ.